ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടുവെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസർബൈജാൻ അതിർത്തിക്കടുത്ത് ജോൽഫ നഗരത്തിന് സമീപത്തുകൂടി പറക്കവേ ഹെലികോപ്റ്റർ കാണാതാവുകയായിരുന്നു എന്നാണ് വിവരം. ഞായറാഴ്ച വൈകിട്ട് 4:00-ഓടെയായിരുന്നു അപകടം. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇറാൻ വിദേശകാര്യമന്ത്രി അടക്കം 7ഓളം പേർ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഹെലികോപ്റ്റർ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നാണ് ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാൽ പശ്ചിമേഷ്യയിലെ തീവ്ര യുദ്ധ സാഹചര്യത്തിൽ ആക്രമണ സാധ്യതയും ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസി തള്ളിക്കളയുന്നില്ല. കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ ഹമാസിന് പിന്തുണയുമായി എത്തിയത് ഇസ്രായേലുമായി കടുത്ത അകൽച്ചയുണ്ടാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും കടുത്ത യുദ്ധഭീഷണിയാണ് ഉയർത്തിയത്. ഇരുവരും പരസ്പരം ആക്രമിക്കുകയും കടുത്ത നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിരുന്നു. പിന്നാലെ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയുമായി ഇബ്രാഹിം റൈസി രംഗത്തെത്തി. ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിൻ്റെ ഭീഷണി ഇറാൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ടാൽ ആണവായുധ നയത്തിൽ മാറ്റം വരുത്തുമെന്നായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശകൻ കമൽ ഹരാസി പറഞ്ഞത്. ഇസ്രായേൽ ഇറാൻ ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹരാസിയുടെ മുന്നറിയിപ്പ്. ഇറാൻ്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ആണവായുധ നയത്തിൽ മാറ്റം വരുത്തുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും ഹരാസി പറഞ്ഞു. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ എംബസിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിനു മറുപടി എന്ന നിലയിൽ ഇസ്രായേലിൽ ഇറാൻ മിസൈലാക്രമണവും നടത്തിയിരുന്നു. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായത്. അതേസമയം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാന്റെ നിലപാടിനെതിരെ രംഗത്തു വന്നിരുന്നു. IAEA പ്രതിനിധികളും ഇറാനിലെ ആണവായുധ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടന്നുവെന്നാണ് റിപ്പോർട്ട്. ചർച്ചയിൽ പ്രകടമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറാൻ തങ്ങളുടെ ആണവായുധ ശേഷി വെളിപ്പെടുത്താമെന്ന് IAEAക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കരാർ ഇറാൻ ഭരണകൂടം അംഗീകരിച്ചെങ്കിലും പിന്നീട് ഇതുമായി സഹകരിച്ചില്ല. അതിനിടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 50% വർദ്ധിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കവും ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിരോധത്തിനു വേണ്ടി രാജ്യത്തിന്റെ സൈനിക ശേഷി ശക്തിപ്പെടുത്താൻ മടിക്കില്ലെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ഇറാൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ കാണാതായത് ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.